ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ RRB JEE 2025 നോട്ടിഫിക്കേഷൻ ഈ മാസം 31-ാം തീയതി ആക്റ്റീവ് ആവുകയാണ്. 2570 വേക്കൻസികളുമായിട്ടാണ് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിനായിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ, നമ്മൾ ഈ ഒരു എക്സാം എന്നല്ല, നമ്മൾ ഏതൊരു എക്സാമിനായിട്ടും തയ്യാറെടുക്കുമ്പോൾ നമ്മളെ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ ഒരു പോസ്റ്റിലേക്ക്, ആ പോസ്റ്റ് നമുക്ക് വേണം എന്ന് തോന്നിപ്പിക്കുന്ന കുറേ ഘടകങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്ന ഒന്നാണ് സാലറി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ RRB JEE ആയിട്ട് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ കിട്ടുന്ന സാലറിയും പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ സർവീസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയും ഒക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളെ ഒരു സാലറി സ്ട്രക്ചർ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് JEE മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു JEEയുടെ സാലറി സ്ലിപ്പാണ്. ഡേറ്റ് ഓഫ് ജോയിനിങ് എന്ന് പറയുന്നത് 23/11/2022 ആണ്. ബേസിക് പേ വന്നിരിക്കുന്നത് 35,400 ആണ്. ഇത് 23/11/2022 ജോയിൻ ചെയ്ത ആളുടെ ഡിസംബർ മാസം 2022 സാലറി സ്ലിപ്പാണിത്. ബേസിക് പേ വന്നിരിക്കുന്നത് 35,400 ആണ്. അതിൽ ഗ്രോസ് പേ എന്ന് പറയുന്നത് 48,852. അതിൽ DA ആഡ് ആയിട്ടുണ്ട് 13,452 എന്ന് പറയുന്നത്. ഇത് തുടക്കത്തിൽ കിട്ടിയ, അതായത് ജോയിൻ ചെയ്ത് നെക്സ്റ്റ് മന്ത് കിട്ടിയ സാലറിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 2025 ഈ സെയിം പേഴ്സന്റെ സെയിം JEEയുടെ 2025 ഓഗസ്റ്റ് മാസത്തെ സാലറി സ്ലിപ്പാണിത്. ഇതില് ബേസിക് പേ വന്നിരിക്കുന്നത് 38,700 ആണ്. അതേപോലെ ഗ്രോസ് പേ വന്നിരിക്കുന്നത് 73,215. അതേപോലെ നെറ്റ് പേ എന്ന് പറയുന്നത് 64,286 അപ്പം ഈ ഗ്രോസ് പേയ്ക്കകത്ത് ബേസിക് പേ ആഡ് ആവുന്നുണ്ട് 38,700. അതേപോലെ DA 21,285, HRA ട്രാൻസ്പോർട്ട് അലവൻസ്, ട്രാവലിംഗ് അലവൻസ് ഒക്കെ ആഡ് ആവുന്നുണ്ട്. ഈ HRAയും ട്രാൻസ്പോർട്ട് അലവൻസും ട്രാവലിംഗ് അലവൻസും ഒക്കെ സിറ്റീസിനെ ബേസ് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഗ്രോസ് പേയിൽ നിന്ന് റിക്കവറീസ് ഉണ്ടാവും. ഈ റിക്കവറീസ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് ആണ് നെറ്റ് പേ നിങ്ങൾക്ക് സാലറി ആയിട്ട് ക്രെഡിറ്റ് ആവുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 64,286 രൂപയാണ്. അപ്പോൾ ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഈ 2025 JEE എക്സാം എഴുതി കയറുന്ന ഒരു JEEയെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് 8 പേ കമ്മീഷൻ ഔട്ട് ആവുകയാണ്. അപ്പം ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല നിങ്ങളുടെ സാലറി, ഇതിലും കൂടുതലായിരിക്കും നിങ്ങളുടെ സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു പോസ്റ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെന്ന് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അത്രയും സീരിയസ്നെസ്സോട് കൂടി തന്നെ വേണം നിങ്ങളുടെ ആ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പം 8 പേ കമ്മീഷനൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സാലറി നല്ല രീതിയിൽ തന്നെ ഹൈക്ക് ആവും. അപ്പോൾ അത്രയും നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാൻ തരാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ RRB JEEക്കായിട്ട് സിവില്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ തുടങ്ങിയ എല്ലാ ബ്രാഞ്ചുകളുടെയും RRB JEEയുടെ കോഴ്സസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. CBT 1 + CBT 2 കംപ്ലീറ്റ് കോഴ്സായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.